സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ നിലവിൽ വളരെയധികം സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം രാജ്യതലസ്ഥാനത്തെ യുവാക്കളുടെ പ്രക്ഷോഭമാണ്. അപ്പോൾ സാർ, ഇത് നമുക്കുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, അന്തർദേശീയ രംഗത്ത് ഇന്ത്യക്കൊരു മോശപ്പേര് ഉണ്ടാക്കുക എന്ന രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു അട്ടിമറി ഇതിനകത്ത് കാണുന്നുണ്ടോ? ഏതായാലും ഭരണത്തിലൊരു അട്ടിമറി ഉണ്ടാവാൻ ഇന്ത്യയിൽ ഒരിക്കലും നടക്കില്ല. ഭരണ അട്ടിമറി അസാധ്യമാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താൻ ആരുടെയെങ്കിലുമൊക്കെ ശ്രമമുണ്ടോ? കാര്യം US സംബന്ധിച്ച് അവരുടെ പ്രസിഡന്റിനെ കുറിച്ച് കേൾക്കുന്ന ഒരു പേര്. അപ്പോൾ അതിനിടയിൽ ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളോടൊപ്പം ഇന്ത്യ നിൽക്കുന്നു. സാർ, എന്താണ് സാർ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്? അത് അടിസ്ഥാനപരമായിട്ട് അതിനോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം, ഒരു രാജ്യം വളരെ മുന്നോട്ട് ശക്തിയോട് കുതിക്കുന്ന സമയത്ത് അതിനെ അസ്ഥിരപ്പെടുത്താനും അതിന്റെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ എക്കാലത്തും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് അമേരിക്കയുടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വവൽക്കരണത്തിന്റെ ഒരു അജണ്ട തന്നെയാണത്, സംശയമില്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് അവരുടെ ഫണ്ടിങ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഐക്യരാഷ്ട്രസഭയാണെങ്കിലും എല്ലാം അതിനു വേണ്ടി ഉദ്ദേശമുള്ള സാധനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗാണുക്കൾ ഉള്ളത് കൊണ്ടല്ല നമ്മൾ ആരോഗ്യത്തോടിരിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ആരോഗ്യപരമായ ഒരു ജീവിതവും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോഴാണ് രോഗാണുക്കളുടെ ആക്രമണത്തിന് നമ്മൾ വിധേയരാകാതിരിക്കുന്നതും അല്ലെങ്കിൽ ഇരയാകാതിരിക്കുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾ പരിസരം വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ രോഗാണുക്കൾ ഉണ്ടാവാതിരിക്കും. ഇതൊരു അടിസ്ഥാന തത്വമാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതിന്റെ പിന്നില് വിദേശ ശക്തികളോ അല്ലെങ്കിൽ മറ്റ് തൽപര ശക്തികളോ ഒക്കെ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് പല രീതിയിലാണ് പ്രവർത്തിക്കുക. ചിലപ്പോൾ ആശയത്തിന്റെ രീതിയിൽ, സമീപനത്തിന്റെ രീതിയിൽ ഇതുവരെ കഴിഞ്ഞ 19 വർഷമായിട്ട് തുടർന്ന ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ തീപ്പിരിട്ട് കൊടുത്താൽ മതി, കത്തും. പക്ഷെ ഇത് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ തുടക്കത്തിൽ തന്നെ ഇപ്പോ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ഉദാഹരണത്തിന് ഇന്നലെ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു രാത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും അതേപോലെ തന്നെ ജിതേന്ദ്ര സിംഗും മേദാന്ത ആശുപത്രിയിൽ പോയിട്ട് നിരാഹാരം കിടക്കുന്ന സോനം വാങ്ചുക്കിനെ കണ്ടു. ഈ സോനം ഒരു നിരാഹാരം നടക്കുന്ന സമയത്ത്, നിരാഹാരം എന്ന് പറയുന്നത് ഒരു സമര പ്രക്രിയയും ആർക്കെതിരെയാണോ ആരുടെ ഭാഗത്തു നിന്ന് ഒരു മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നോ അവരെ മാനസികമായിട്ട് അവരുടെ മാനുഷികമായ വശത്തെ ഉണർത്തി ഒരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സത്യാഗ്രഹം എന്നത്. ഇത് തുടക്കത്തിലെ വാങ്ചുക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന വ്യക്തി അവിടെ സത്യാഗ്രഹത്തിന് വന്ന സമയത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ട് കേന്ദ്രമന്ത്രിമാര് പോയി, ഇതേ കേന്ദ്രമന്ത്രി തന്നെ പോയിട്ട് അദ്ദേഹത്തിനടുത്ത് സംസാരിക്കുകയും വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് CJPയുടെ വിജയമായിട്ട് അവർ കണക്കാക്കുകയും അതേപോലെ തന്നെ സോനം വാങ്ചുക്ക് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് സോനം വാങ്ചുക്ക് ചർച്ചയ്ക്ക് തയ്യാറാകുമായിരുന്നു എന്നുള്ളത് ഈ ഇന്നലെ വൈകുന്നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തവുമാണ്. കാരണം ഇത് 21 ദിവസം അദ്ദേഹത്തെ അവഗണിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ പരിതാപകരമായി. യഥാർത്ഥത്തിൽ ഈ ലോക ശ്രദ്ധയിലേക്ക് ഈ സമരം വരാൻ കാരണം സോനം വാങ്ചുക്കിന്റെ നിരാഹാരം നീണ്ടുപോയതാണ്. മറിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ ഏതാണ്ട് ജൂൺ 6 തൊട്ട് ജൂൺ 28 വരെ, ജൂൺ 12 തൊട്ടാണ് തോന്നുന്നത്, അങ്ങനെ 2 ആഴ്ചയോളം ജന്തർ മന്ദിറിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയ CPM നേതാക്കന്മാർ ഇടയ്ക്ക് പോയി പ്രസംഗിക്കുകയായിരുന്നു ചെയ്യുന്ന പരിപാടി. അപ്പൊ അങ്ങനെ കിടന്ന് ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സമരം വാങ്ചുക്കിന്റെ നിരാഹാരത്തോടു കൂടി അത് ലോക ശ്രദ്ധയിലേക്ക് വന്നു, രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും 21 ദിവസമായിട്ട് ഒരാൾ നിരാഹാരം കിടന്നപ്പോൾ എന്തുകൊണ്ട് ഗവൺമെന്റ് അത് തിരിഞ്ഞു നോക്കുന്നില്ല? മഹാത്മാഗാന്ധി നിരാഹാരം കിടന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. അവിടെയാണ് ഈ കേന്ദ്ര സർക്കാരിന് പരാജയം പറ്റിയത്. അവിടെ തൊട്ടാണ് ഈ സമരത്തിന്റെ ഗതി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ പരിഗണിച്ചതിൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തതിൽ
കേന്ദ്ര സർക്കാരിന് പറ്റിയ ഒരു വീഴ്ച നമ്മളത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല. കാരണം വളരെ അനായാസമായിട്ട്, കാരണം കേന്ദ്ര സർക്കാരിന് യാതൊരു ഭീഷണിയും ഈ ഒരു പിന്നെ ആവശ്യം ഉന്നയിച്ച CJPക്കാർ ഉന്നയിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെയാണ് രാഷ്ട്രീയമായ ചില സമീപനങ്ങൾ ഒരു ജനതയെ നയിക്കുന്ന സമയത്ത് ജനായത്ത സംവിധാനമാണ്. ആ ജനായത്ത സംവിധാനത്തിൽ സംസാരിക്കുക, ഡയലോഗ്, കോൺവെർസേഷൻ, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് തയ്യാറാകാതെ ഒരു മർക്കിട മുഷ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. അതാണ് ഇതിന് മറിച്ച് ഈ ഒരു മന്ത്രിമാർ രണ്ടുപേരും ഒന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ വളരെ നിസ്സാരമായിട്ട് 2-3 ദിവസം, ഒരു 3 ദിവസമൊക്കെ നിരാഹാരം കിടക്കുന്ന സമയത്ത് രാജ്യവ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെടും. അതേ സമയത്ത് ഒരു 3-4 ദിവസം ആ വ്യക്തി ക്ഷീണിക്കും. ആ ക്ഷീണിക്കുന്ന സമയത്ത് ഈ അധികാരത്തിലുള്ളവർ വന്നിട്ട് അവിടെ സംസാരിക്കുമ്പോഴാണ് ഇത് ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നു എന്നൊരു ചിന്ത വരുന്നത്. ഇത് രാജ്യത്തിന് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ ശക്തമാണ്. ആ ശക്തമായ മെസ്സേജ് കൊണ്ടുവരുന്ന അവിടെ BJP നേതൃത്വത്തിനും അതേപോലെ കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനും അതൊരു പൊൻതൂവലായിട്ട് മാറുമായിരുന്നു. പക്ഷെ ആ ഒരു വിവേചനം അല്ലെങ്കിൽ ആ വിവേകം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ അവിടെ ധർണ നടത്തി. ആ ധർണയിലേക്ക് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. 2 തവണ വന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സമരത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി പോയി ആ വരവെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത്തരത്തിലൊരു ചെറിയൊരു സമീപനം ഈ സമരത്തിനോട് എടുത്തിരുന്നുവെങ്കിൽ ഈ രീതിയിൽ വരില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ മിസ്റ്റേക്സുകൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ആർജവം വേണം. അത് ജനായത്ത സംവിധാനത്തിലെ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഒരു രീതിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ തന്നെ സമ്മതിക്കാം. ഉദാഹരണത്തിന് ജൂൺ 20 ലാത്തി ചാർജ്. ആ ലാത്തി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെയൊക്കെ, ആ കൊച്ചു പെൺകുട്ടികളെയൊക്കെ പോലീസ് ആ പെൺകുട്ടികളെക്കാൾ വലിയ വടി കൊണ്ട് അടിക്കുന്ന കാണുമ്പോൾ അത് മനുഷ്യന്റെ മനസാക്ഷിയൊക്കെ വല്ലാണ്ട് സ്വാധീനിക്കും. അവിടെ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ആ അടി കൊള്ളുമ്പോൾ നമ്മളും അറിയാതെ ആ അടിയുടെ ആ ഒരു 2 പെൺകുട്ടികളെ പോലീസ് നിന്ന് തീർത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു യുവാവിനെ കൈകെട്ടി നിൽക്കുന്ന സമയത്ത് പോലീസ് 4 ഭാഗത്തും തല്ലുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം മതി ജനങ്ങളുടെ മനസ്സിലെ മാനുഷികമായ വികാരത്തെ ഉണർത്തും. അപ്പൊ ഇവിടെ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ശരിക്കും കേന്ദ്ര സർക്കാർ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നല്ല കാര്യം. ഇപ്പൊ വാങ്ചുക്കിനെ പോയി ആശുപത്രിയിൽ കണ്ടു. എന്തുകൊണ്ട് ആ പന്തലിലേക്ക് വന്ന് കണ്ടുകൂടായിരുന്നു? വളരെ നിസ്സാരമാണ്. ഇതുപോലെ ഒരു നടപടിയില്ല. ഇപ്പം കേന്ദ്ര സർക്കാർ ആ ഒരു പാതയിലേക്ക് വരുന്നു. അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോ പറഞ്ഞിരിക്കുന്നു, ഇപ്പം ഞങ്ങളുടെ ജന്തർ മന്ദിറിൽ വന്നാലേ ഞങ്ങൾ ചർച്ചയ്ക്ക് കാണാൻ തയ്യാറാവുന്നുള്ളൂ, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പറ്റത്തുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അവരുടെ മന്ത്രിമാരുടെ ഓഫീസിലേക്കോ ഒന്നും പോകാൻ തയ്യാറില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സമരക്കാരെ ഒന്ന് കണ്ട് സംസാരിക്കുന്നതിന് അവിടെയുള്ള ഒരു നിഷ്പക്ഷമായ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയി ചർച്ച ചെയ്യുന്നതിന് ഒരു മോശം തോന്നേണ്ട കാര്യം സർക്കാരിനില്ല. കാര്യം ഇത് ജനങ്ങളുടെ സർക്കാരാണ്. അപ്പൊ ജനങ്ങളുടെ സർക്കാർ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പം ഇത് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ പരാജയമാണത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഈ CJPയുടെ ഈ ഒരു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ധർമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തില് രാഷ്ട്രീയം പരാജയപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രതിഭാസം തന്നെയാണ്. ഇതിപ്പോ അഭിജിത് ദീപ്കയുടെ ഒരു പ്രത്യേക കഴിവുകൊണ്ടുണ്ടായ സംഭവമൊന്നുമല്ല. കാര്യം ജനങ്ങളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷനും അമർഷങ്ങളും രോഷങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊരു അവസരം കിട്ടിയപ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വന്നു മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ കാണാതിരിക്കരുത്. അപ്പൊ ഇത് എന്താണ്, ഏത് രോഷങ്ങൾ, എന്തൊക്കെയാണ് ഈ യുവാക്കളെ നയിക്കുന്ന ഘടകങ്ങൾ? ഇപ്പം ഇന്ത്യ വളരുന്നുണ്ട്, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നുണ്ട്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മുടെ GDP ഉയരുന്നുണ്ട്. ഇതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതയുടെ കാരണം എന്ത്? ഇത് പഠിക്കണം. ഇത് പഠിക്കുമ്പോഴാണ് ആ വിഷയത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാത്രമാണ് ഈ മാറുന്ന കാലഘട്ടത്തിൽ ഈ ജൻസി സമൂഹത്തിന്റെ ഉള്ളിലുള്ള ആശയക്കുഴപ്പങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് ഉള്ള തുറന്ന ചിന്തകളിലേക്ക് പോവുകയും, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ചിന്തകൾ നടത്തുകയും അവരുമായിട്ട് സംസാരിക്കുകയും
കുട്ടികളുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കുകയും കോളേജ് തലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളുടെ മേധാവികളെ സജ്ജമാക്കിക്കൊണ്ട് എന്താണ് വിദ്യാർത്ഥികൾ നേരിടുന്ന വൈകാരിക വിഷയങ്ങൾ, അവരുടെ ആശങ്കകൾ എന്ത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇതിന് പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ ഒന്ന് ഇടപെടുകയാണ് സാർ, ഒന്ന് ഇടപെടുകയാണ്. ആ. അതായത് സാറ് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ വൻ പരാജയമാണ് ഈ വിഷയത്തിൽ ഈ വൈകിയുള്ള ഇടപെടൽ എന്നല്ലേ. അതായത് ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേട് എന്തുകൊണ്ട് ഇവർക്ക് നേരത്തെ ഒരു വിഷയമാക്കിക്കൊണ്ട് പ്രതിപക്ഷമല്ലേ ഇവർക്കത് പറഞ്ഞുകൂടായിരുന്നോ? ഇവരതിൽ പരാജയപ്പെട്ടില്ലേ? എന്നിട്ട് ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇത്രയും ഇളകി വരുമ്പോഴാണോ ഇവർ ഇതിന്റെ പിറകെ പോകുന്നത്? ശരിക്കും ഈ പരീക്ഷാക്രമക്കേട് ഇവർ നേരത്തെ പറയേണ്ടതല്ലേ? പറഞ്ഞോളൂ സാർ. അതായത് കോൺഗ്രസിനെയൊക്കെ നയിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ രീതികളാണ്. ഇത് 21-ാം നൂറ്റാണ്ടിന്റെ പകുതി ഭാഗം, ആദ്യത്തെ കാൽഭാഗം കഴിഞ്ഞു. അത് തിരിച്ചറിയുന്നു. 20-ാം നൂറ്റാണ്ടിലെ കണക്ക് ഇലക്ഷൻ വരുന്നു, എന്തെങ്കിലും കുറെ നമ്പറുകളൊക്കെ കാണിക്കുന്നു, ഇവിടുന്ന് പ്രതിപക്ഷത്തിനെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ അവരുടെ പുറത്ത് ആക്ഷേപം ചൊരിയുന്നു. എന്നിട്ട് ഇത് അവർ മോശമാണ്, ഞങ്ങൾ നല്ലതാണ്, എങ്ങനെയായാലും നമ്മൾ യാന്ത്രികമായിട്ട് തെരഞ്ഞെടുപ്പ് വരുന്നു, ലോക്സഭയിലോ അല്ലെങ്കിൽ അവരുടെ ലെജിസ്ലേറ്റീവ് ബോഡിയിൽ വരുന്നു, സുഖകരമായി ജീവിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം. ഇതിങ്ങനെയുള്ള ഒരു കൺവെൻഷണൽ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ, അതായത് 20-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ തന്നെ നശിച്ചു കഴിഞ്ഞു, ജീർണിച്ചു കഴിഞ്ഞ ഒരു സംവിധാനത്തെ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയ ഒരു ജാഥ അല്ലെങ്കിൽ ധർണ, അതിനകത്ത് പങ്കെടുത്ത വ്യക്തികള് 84 വയസ്സ് കഴിഞ്ഞ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ. യഥാർത്ഥത്തിൽ ഒരു മഹാത്മാഗാന്ധിയുടെ പൈതൃകമൊക്കെ അവകാശപ്പെടാവുന്ന ഒരു പാർട്ടി, അവകാശപ്പെടാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ തുടർച്ചയുടെ ഭാഗമായിട്ട്. ഇങ്ങനെയാണ് ഒരു ഗാന്ധിയൻ സമീപനം. ഇപ്പൊ ഗാന്ധിജി കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞതുപോലെ ജനദ്രോഹ നടപടികൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിരുന്നു കഴിഞ്ഞാലും ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ മുമ്പിൽ ചരിത്രമായിട്ടെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, ഇപ്പൊ ദർബാനിൽ നടത്താൻ അദ്ദേഹം മഹാത്മാഗാന്ധി പ്രഖ്യാപിക്കുകയും സമരം നടത്തുന്നത് പ്രഖ്യാപിക്കുകയും ആ ദിവസങ്ങളിൽ അവിടെ സൗത്ത് ആഫ്രിക്കയിലെ ഈ സായിപ്പന്മാരായിട്ടുള്ള അവിടുത്തെ റെയിൽവേ ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചു. ആ സമരം പ്രഖ്യാപിച്ചപ്പോ ഗാന്ധിജി പ്രഖ്യാപിച്ച സമരം പിൻവലിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം പറയുന്നത്, ഒരു ഭരിക്കുന്ന സർക്കാർ ഗതികേടിലാവുന്ന സമയത്തല്ല നമ്മൾ അവരുടെ അടുത്ത് ആവശ്യമായിട്ട് അവരെ സമരം ചെയ്യേണ്ടത്, അവർ ശക്തരായിട്ട് നിൽക്കുമ്പോഴാണ് പറയുന്നത്. അതിന്റെ പേരിൽ റെയിൽവേ ജീവനക്കാർ സമരം പിൻവലിച്ചതിന്റെ പേരിൽ, സമരം നടത്തുന്നതിന്റെ പേരിൽ ഗാന്ധിജി പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു. ഇത് ബ്രിട്ടനിൽ ഇരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശ്രദ്ധിക്കുകയും അവിടുത്തെ ഹൗസ് ഓഫ് കോമൺസ് ശ്രദ്ധിക്കുകയും അവസാനം സൗത്ത് ആഫ്രിക്കയിലേക്ക് ഗാന്ധിയും അവിടുത്തെ ജനറൽ സ്മട്ടിന്റെ അടുത്ത് ഗാന്ധിജിയുമായിട്ട് സംസാരിക്കാനും അത് ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനും ചർച്ചകൾ നടപ്പിലാക്കാൻ തുടരാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അതായത് സൗത്ത് ആഫ്രിക്കയിലെ അവിടുത്തെ വൈറ്റ്സ് ഒഴികെ ബാക്കിയുള്ള ഒരു ഇന്ത്യക്കാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിന് വൈവാഹികമായ രജിസ്ട്രേഷൻ നിയമസാധുത ഇല്ല എന്നുള്ളതിനുള്ള പ്രഖ്യാപനത്തിനെതിരെയായിരുന്നു മുഖ്യമായിട്ട് നടത്തിയിരുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മാർച്ച്. പക്ഷെ അതെല്ലാം സ്ഥാപിച്ചു കിട്ടി. യഥാർത്ഥത്തിൽ ആ മാർച്ച് നടത്തുന്നതിനേക്കാൾ ഏറ്റവും വലിയ വിജയമായിരുന്നു പിൻവലിച്ച മാർച്ച്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മളുടെ മുമ്പിലുള്ള ചരിത്രങ്ങളാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു സമര പാരമ്പര്യവും ചരിത്രവും ഒക്കെ പേറുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ ഒന്നുമില്ല. ഈ മല്ലികാർജുൻ ഖാർഗെയെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊരു ഗാന്ധിയൻ സമീപനമല്ല, നമ്മളിട്ടിരിക്കുന്ന ഖദറിനോടൊരു നീതി പുലർത്തണം. എങ്ങനെയാണ് അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള സർഗാത്മകമായ സമരങ്ങൾ, ഇപ്പൊ അതേപോലെ ഗാന്ധിജി നടത്തിയ സമരങ്ങളുടെ മെമിക്രി കാണിക്കണമെന്നല്ല പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് CJP ഉണ്ടായി, എന്തുകൊണ്ട് യുവാക്കളിൽ വികാരമുണ്ടായി? ഒരു കോക്രോച്ചിന്റെ പടം വെച്ചിട്ട് ഒരു പേജ് ഇട്ടപ്പോഴേക്കും എന്തുകൊണ്ട് ഒരു രാത്രി കൊണ്ട് 1,00,000-ൽ ഏറെ ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടായി? 5 ദിവസം കൊണ്ട് 1.5 കോടി ജനങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടായി. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? എന്താണ് ഇവരെ നിയന്ത്രിക്കുന്ന ചിന്താധാരകൾ, അവരുടെ വൈകാരികതകൾ എന്ത്? ഇത് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് കക്ഷിയാണെങ്കിലും
ഇത് പഠിക്കുമ്പോഴാണ് അതിന് പൊളിറ്റിക്സ് വരിക. ആ പൊളിറ്റിക്സ് ഇന്ത്യയിൽ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം മാറുന്ന സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നാണെങ്കിലും പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാവുന്നതുമില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ CJP തന്നെയാണ്. ഇത് അഴിച്ചുവിട്ട ഭൂതത്തെ പോലെ ഇവ ഇറക്കിവിട്ട അഭിജിത് ദീപ്തയ്ക്ക് അറിയില്ല ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയ ജന്തർ മന്ദർ തുടങ്ങിയ സമരങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയത്. പിന്നീട് അവസാനം തന്റെ പരിമിതി മനസ്സിലാക്കിയിട്ടാണ് വാങ്ചുക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അവിടെയാണ് പിന്നെ സമരത്തിന്റെ ഗതി മാറുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം വിദേശ ശക്തികളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഇത് ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അവിടെ പരാജയം പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷം പരാജയപ്പെട്ടു പോയി. ഇപ്പോൾ പോലും പ്രതിപക്ഷത്തിന് ഈ ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് കണ്ടത്, അതായത് ജൂൺ 21 ദില്ലിയിൽ കണ്ട കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ വസിക്കുമ്പോഴുള്ള ധർണ ഒരു ചെപ്പടി വിദ്യയായി, ഒരു സംശയമില്ല കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ സമരം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ ഇപ്പോഴും അവരുടെ കയ്യിലേക്ക് സമരം പോകുന്നില്ല. ഇപ്പോഴും യുവാക്കളുടെ ആ ഒരു എന്താ പറയുക, അതിലേക്ക് യുവാക്കളുടെ ആ ഒരു മുന്നേറ്റത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ പഴഞ്ചൻ സമീപനം ഇനി നിലനിൽപ്പില്ല എന്നുള്ള സൂചനയും കൂടെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഈ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ മന്ത്രിമാരൊക്കെ ചർച്ച ചെയ്യുന്നു, വാങ്ചുക്കുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഈ സമരത്തിന്റെ ഗതി നോക്കുക. ഇപ്പൊ വാങ്ചുക്ക് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജൂലൈ 20 നടന്ന ലാത്തി ചാർജ്, അതിനകത്ത് വിദ്യാർത്ഥികളുടെ പേരിലുള്ള മുഴുവൻ കേസുകളും വിഡ്രാ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിരാഹാരം പിൻവലിക്കാം. വാങ്ചുക്ക് നിരാഹാരം പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ഗതിയും സ്വാഭാവികമായിട്ട് താഴേക്ക് പോകും. അതല്ലെങ്കിൽ പുതിയ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കും. അപ്പൊ ഇപ്പോ ഏതായാലും ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല അല്ലെ സാർ? എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം അത് പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് വളരെയധികം മോശം പ്രതിച്ഛായ ഉണ്ടാകും എന്നുള്ള അത് തെറ്റ് അംഗീകരിക്കുന്നതില്ലയാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു മന്ത്രിസഭ റീഷഫിൾ നടത്തിയിട്ട് ഈ പറഞ്ഞതുപോലെ ധർമ്മേന്ദ്ര പ്രധാന് മറ്റൊരു വകുപ്പ് കൊടുത്തിട്ട് വേറൊരു സമർത്ഥനമായ ഒരു മന്ത്രിയെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് വളരെയധികം ജനങ്ങളിലെ വിശ്വാസം ആർജിക്കാൻ ഒരു അവസരമാകുമായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ട് ഒരു പരാജയം കേന്ദ്ര സർക്കാരിന് പറ്റിയെന്നുള്ള നമ്മൾ സമ്മതിക്കാൻ നിർത്തിയില്ല. പ്രതിപക്ഷവും പരാജയപ്പെട്ടു. അവിടെയാണ് ഈ പുതിയ കാലത്തെയും പുതിയ തലമുറയെയും നമ്മളുടെ ഇവിടുത്തെ പഴയ രാഷ്ട്രീയ നേതൃത്വത്തിന്, പഴയ കാലം നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ ഈ യുവാക്കൾ എന്തോ തേടുന്നുണ്ടെന്നുള്ള സത്യമാണ്. അവരില് കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു 5 ദിവസം കൊണ്ട് 1.5 കോടി ആൾക്കാർ ഇതിന് പിന്തുണ, ഈ കോക്രോച്ച് എന്ന് പറയുന്ന, ആലോചിച്ച് നോക്കുക, ആ പാർട്ടിയുടെ പേര് തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു തമാശക്ക് തുടങ്ങിയ സംഗതിയാണത്. പക്ഷെ ആ തമാശ പോലും ഇന്ത്യൻ യുവതികളില് അടങ്ങിയിരുന്ന എന്തോ ഒന്നിനെ തൊട്ടുണർത്തി എന്നുള്ളതാണ്. ആ ഉണരാൻ പറ്റിയ ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ ഈ യുവാക്കളെ എത്തിച്ചു, അതിനുള്ള ഘടകങ്ങൾ എന്താണ്, അതാണ് പഠിക്കേണ്ടത്. ഏതായാലും സാർ, നമ്മൾ വിദേശ ഫണ്ട്, വിദേശ ശക്തികൾ, മറ്റു രാജ്യങ്ങൾ നമ്മെ നോക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അന്തസ്സിന് കളങ്കം വരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും സാറ് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. എവിടെയോ ഒരു എതിർപ്പ്. അതെ സാർ, എവിടെയോ ഉദാഹരണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വളരെയധികം മെച്ചപ്പെട്ടു നിന്ന സാഹചര്യത്തിൽ, തെളിഞ്ഞു നിന്ന സാഹചര്യം, ഇന്ത്യയുടെ വിദേശ നയങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകാര്യതയും ഇന്ത്യയുടെ ഈ സംഘർഷപൂരിതമായിട്ടുള്ള, അതായത് ഒരേ സമയം അമേരിക്കയുമായിട്ട് വാഷിങ്ടണുമായിട്ട് ചർച്ച ചെയ്യുകയും റഷ്യയുമായിട്ട്
നമ്മൾ ബിസിനസ് നടത്തുകയും ഇറാനിൽ നമ്മൾ അവരുടെ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് പോവുകയും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ജനതയോടെ പ്രവർത്തിക്കുകയും ചൈനയുമായിട്ട് നമ്മൾ സഹകരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിദേശ നയത്തിലൂടെ നമ്മൾ വിജയകരമായ ഒരു എന്താ പറയുക ഒരു റേസർ അറ്റ് വാക്കിംഗ് ഒരു മൂർച്ചയുള്ള ഒരു തലത്തിലൂടെ ഒരു നടക്കുന്ന രീതിയിൽ വിദഗ്ധമായിട്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിന്നിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം അതിനെ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് പരാജയം സംഭവിച്ചു. അത് ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങൾക്കുള്ള ഈ പറഞ്ഞ പോലെ തിളങ്ങി നിന്ന തിളക്കത്തിന് ഒരു മങ്ങൽ ഏൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. നന്ദി. താങ്ക് യു സാർ.